എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് ചിങ്ങമാസ ഫലമാണ്. പ്രത്യേകിച്ച് ചിങ്ങമാസ ഫലത്തിൽ മേടൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മേടൻ രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. മേടൻ രാശിക്കാരുടെ ചിങ്ങമാസത്തെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 4-ൽ കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു. 12-ൽ ശനി ഉണ്ടെങ്കിലും ശനി വക്രഗതിയിലാണ്. 11-ൽ രാഹു നിൽക്കുന്നു. 5-ൽ ആദിത്യനും കേതുവും നിൽക്കുന്നു. ശുക്രൻ 6-ലും 7-ലുമായിട്ടും നിൽക്കുന്നു. ശനിയുടെ വക്രഗതിയും 4-ലെ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലുള്ള സ്ഥിതിയും ഈ രാശിക്കാരെ സംബന്ധിച്ച് ചിങ്ങമാസത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും. സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാവും. ഏത് കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ കർമ്മ രംഗത്ത് വളർച്ചയും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. പലതരത്തിലും അംഗീകാരങ്ങൾ തേടി വരുന്നതാണ്. കൂടാതെ പല രീതിയിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും വന്നു ചേരും. 11-ലെ രാഹു പലവിധ സാമ്പത്തിക നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് സമ്മാനിക്കുന്നതും ആയിരിക്കും. ശുക്രൻ്റെ സ്ഥിതി ആദ്യ പകുതിയിൽ അത്ര നല്ലതല്ലെങ്കിലും രണ്ടാം പകുതിയിൽ അത് ഗുണപ്രദമായിട്ടും ഭവിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജോലി നഷ്ടപ്പെട്ടിരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ വന്ന് ജോലിയില്ലാതെ നിന്നവരെ സംബന്ധിച്ച് അവരുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതി പത്രമൊക്കെ ലഭിക്കാൻ പറ്റിയ ഒരു മാസമാണ് ചിങ്ങമാസം. ജോലിയിലുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവരും അതിനായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ വന്നു ചേരും. ഏഴരാണ്ട് ശനിയുടെ ദോഷം മൂലം പലവിധ പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരുന്നു ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ. അതൊക്കെ മാറിയിട്ട് അവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കാനോ വിവാഹകാര്യത്തിൽ തീരുമാനമാകാനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം നേട്ടങ്ങളും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് ചിങ്ങമാസം. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നൊരു രീതി അല്ലെങ്കിൽ മാനസികമായിട്ട് കുറച്ച് പ്രയാസങ്ങൾ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ടുള്ള ചിന്ത മൂലം വന്ന് ചേരാനുള്ളൊരു സാധ്യത കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് പറയേണ്ടതായിട്ടുണ്ട്. 5-ലെ കേതുവിൻ്റെ സ്ഥിതി അപ്രകാരം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ കാര്യം ഒഴിച്ച് ചിന്തിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മൂലമുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഒഴിച്ച് ബാക്കി പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസഫലമാണ് ഈ രാശിക്കാർക്ക് ചിങ്ങത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ഈ മേടൻ രാശിക്കാർക്ക് ചിങ്ങമാസത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യം ലഭ്യമാണ്. വാട്സപ്പ് മുഖേന അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലൊക്കെ ആയിട്ട് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.